അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിൻ്റെ മുഖത്തെ കാണുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ഭാഗ്യം തന്നിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത ഇയ്യോബിനെക്കുറിച്ചാണ്. എത്ര പ്രാവശ്യം നമ്മൾ ഇയ്യോബിനെക്കുറിച്ച് ചിന്തിച്ചു, പ്രസംഗിച്ചു, വായിച്ചു. ഇയ്യോബിനെ പരിചയമില്ലാത്തവരാരാ? എല്ലാവർക്കും ഇയ്യോബിനെ പരിചയമുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നെന്ന് പോലും അത് ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടോ 100% തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇയ്യോബിൻ്റെ പുസ്തകം എഴുതിയത് മോശയാണ്. ആരെഴുതിയതാണെങ്കിലും അവരെ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. കാരണം ഇത്ര വളരെ അതിശയകരമായി കലാപരമായി മനുഷ്യ ഹൃദയങ്ങളെ വശീകരിക്കുവാൻ, ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ ആനയിക്കുവാൻ, ദൈവം അനേകരെ ധൈര്യപ്പെടുത്തുവാൻ ഏതോ ഒരു ഭക്തൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുപാട് അളവില്ലാതെ പകർന്ന് ജ്ഞാനം കൊടുത്തെഴുതിയ ഒരു പുസ്തകമാണ്. ആ ചരിത്രത്തിൽ, ഇയ്യോബിൻ്റെ ചരിത്രത്തിൽ തീർച്ചയായിട്ടും അന്ന് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല അത് എഴുതിയത്. മോശയാണ് ഈ പുസ്തകം എഴുതിയതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ മോശ മിദ്യാന്യരുടെ ദേശത്തായിരുന്ന കാലത്ത് ഈ ഇയ്യോബിനെക്കുറിച്ച്, ആ ഊസ് ദേശം അവിടെയാണ് നിലനിന്നിരുന്നത്. ഈ ഇയ്യോബിനെക്കുറിച്ച് വളരെ കേൾക്കുകയും പഠിക്കുകയും ചരിത്രപരമായ അല്ലെങ്കിൽ വാമൊഴിയായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ മോശയ്ക്ക് നല്ല ഒരു അറിവ് ഇയ്യോബിനെക്കുറിച്ചുണ്ടായി. അദ്ദേഹം അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഒക്കെ സമകാലികനായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ശരി, ഏത് സമകാലികനായിക്കോട്ടെ, ഇയ്യോബിൻ്റെ പുസ്തകം ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ബുക്ക്. ദൈവത്തിന് സ്തോത്രം. അതിലെ 1-ാം അധ്യായത്തിൽ നോക്കൂ, ദൈവം ഇയ്യോബിനെ സന്ദർശിക്കുവാൻ, തൊടുവാൻ അധികാരം സാത്താന് കൊടുക്കുന്നതായിട്ട് കാണും. നമുക്കത് വായിക്കുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. ദൈവം എന്താ ഈ നീതിമാനായ മനുഷ്യനെ തൊടുവാൻ സാത്താൻ ഒരു അധികാരം കൊടുത്തെന്നു? നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും നമ്മളുടെ ന്യായപരമായി നമ്മുടെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാനൊക്കാത്ത ഒരു കാര്യം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് ആ ഒരു ചിന്തയിൽ കൂടെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ദൈവത്തിങ്കിലേക്ക് വളരെ അധികം ആദായപ്പെടുത്തേണ്ടതായിട്ടിരുന്നു. അതാണ് ആ എഴുത്തുകാരനുണ്ടായിരുന്ന കഴിവ്. അതാണ് അതിൻ്റെ തുടക്കം, അതിൻ്റെ അവസാനം. അതൊരു വളരെ അതിശയകരമായിട്ടാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കവും അവസാനവും. അതെന്തുമായിക്കൊള്ളട്ടെ, ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നോക്കൂ, ഇയ്യോബിനെ തൊടുവാൻ ദൈവം സാത്താൻ അനുവാദം കൊടുത്തു. സാത്താൻ പെട്ടെന്ന് പോയി അടിമുടി ഇയ്യോബിനെ അങ്ങ് സന്ദർശിക്കാൻ തുടങ്ങി, ബാധിക്കാൻ തുടങ്ങി. എന്നാൽ ചുമ്മാതെ കലാപില ബാധിക്കുകയല്ല. സാത്താന് വളരെ നല്ല ഓർഡറുണ്ട്. അതാണ് ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ സാത്താൻ ഉപയോഗിച്ച ഓർഡർ. ഇയ്യോബിനെ സന്ദർശിക്കുവാൻ സാത്താൻ ഏത് ഓർഡറിലാണ് ആ ഇയ്യോബിനെ സന്ദർശിച്ചതെന്നുള്ളതാണ് നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് തന്നിട്ടുള്ളത്. ഒന്നാമത് ഇയ്യോബിനെ സാത്താൻ സന്ദർശിച്ചത് അവൻ്റെ തൊഴിലിനെയാണ്. നോക്കൂ, കാളകൾ പൂട്ടുകയും പെൺകഴുതുകൾ മേയിച്ചു കൊണ്ടിരുന്നതായ സമയത്ത് പെട്ടെന്ന് കുറേ ആൾക്കാർ വന്നു. അതിനെ കാളയെയും പൂട്ടിക്കൊണ്ടിരുന്ന കാളയും ആ ജോലിക്കാരെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയി. ഭയങ്കര ഒരു സംഭവമായിപ്പോയി. ആദ്യം ദൈവം സന്ദർശിക്കുന്നത് നമ്മുടെ അധ്വാനത്തെയാണ്. നോക്കൂ, കുറിക്കൊള്ളുക, എഴുതിക്കൊള്ളുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിട്ടുകളയരുത്, അവസാനം വരെ കേൾക്കണം. ആദ്യം സാത്താൻ പരീക്ഷയ്ക്കായി ഇറങ്ങി വന്നത് നമ്മുടെ അധ്വാനത്തിന്മേലാണ് തൊട്ടത്. ആ അധ്വാനത്തെ തൊടുമ്പോൾ ഒരു മനുഷ്യൻ്റെ അടി പതറുമെന്നറിയാം. അവനാകെപ്പാടെ ചിന്താക്കുഴപ്പമുണ്ടാകും. അവൻ്റെ വരുമാനമാണ്, അതായത് ആ അധ്വാനം, ആ കാളകളെ പൂട്ടുകയും ആ വയലിൽ ഉള്ളതായ അധ്വാനം, ആ ജോലിക്കാരും അത്രയും ജോലിക്കാരും പിടിച്ചുകൊണ്ടുപോയി, അവരെ കൊന്നുകളഞ്ഞു, ചിലരെയെല്ലാം പട്ടുപോയി. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നതായ ഒരു കാര്യം, ആ സന്ദേശം ഇയ്യോബിനെ അറിയിക്കുന്ന ഒരു വ്യക്തി
വന്ന് പറയുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രം തെറ്റി ഒഴിഞ്ഞു. എന്തിനാ തെറ്റി ഒഴിഞ്ഞത്? അവനൊരു ദൗത്യം കൊടുത്തു. അതൊക്കെയാണ് ആ എഴുത്തുകാരൻ ആ പുസ്തകം എഴുതിയ വ്യക്തി കൊണ്ടുവരുന്നതായ, നോക്കൂ, നമുക്ക് ചിന്തിക്കാനുള്ളതായ പല കാര്യങ്ങൾ. ഒരുത്തൻ തെറ്റി ഒഴിഞ്ഞതിൻ്റെ കാര്യം അവനെ വെറുതെ തെറ്റി ഒഴിഞ്ഞതല്ല, അവനൊരു ഉദ്യോഗം കൊടുത്തു. ആ ഉദ്യോഗം കൊടുത്തിട്ട് അവൻ ഓടി വന്ന് യോബിനോട് ഒരു സന്ദേശം പറയുവാൻ, ഒരു ഇൻഫർമേഷൻ, ഇതാ നിൻ്റെ കാളകളെ എല്ലാം കൊണ്ടുപോയി. യോബ് കുലുങ്ങിയില്ല. നോക്കൂ, അടുത്ത ദൂതൻ, 4 ദൂതന്മാരുണ്ട്. യോബിൻ്റെ ചുറ്റും നിന്നതായ 4 ദൂതന്മാരുണ്ട്. അതാണ് ഈ എഴുത്തുകാരൻ വളരെ വ്യക്തമായി വളരെ 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 തൻ്റെ കഴിവ് ഉപയോഗിച്ച് അത് താൻ എഴുതി അതിനെ ഡിസൈൻ ചെയ്ത് വരികയാണ്. രണ്ടാമത്തെ ദൂതൻ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രവർത്തനം, സാത്താൻ്റെ പ്രവർത്തനം എന്തായിരുന്നെന്ന് അറിയാമോ? യോബിൻ്റെ സമ്പത്തിന്മേലായിരുന്നു നീക്കിയിരിപ്പിന്. എന്തായിരുന്നു? ആടുകളാണ്. അന്നത്തെ കാലത്ത് അവൻ്റെ സമ്പത്തെല്ലാം ആടുകളാണ്, ആടുമാടുകൾ അവൻ്റെ നീക്കിയിരിപ്പാണ്. അതിൽ നിന്നുള്ളതായ വരുമാനമാണ്. ആദ്യം അവൻ്റെ തൊഴിലിനെ ബാധിച്ചു. രണ്ടാമത് ആ തൊഴിലിൽ നിന്ന് അവൻ സമ്പാദിച്ചിട്ടുള്ള സമ്പാദ്യത്തെ ബാധിച്ചു. ആ ആടുകളെയും വേലക്കാരെയും എല്ലാം ആ ശത്രു വന്ന് എടുത്തുകൊണ്ടുപോയി. ജോലിക്കാരെയെല്ലാം വെട്ടിക്കൊന്നു കളഞ്ഞു. അങ്ങനെ വലിയൊരു സംഭവം. എന്നാൽ അവിടെയും ഒരുത്തൻ മാത്രം തെറ്റി ഒഴിഞ്ഞു. യോബിൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്, ഞാൻ മാത്രം, ഒരുത്തൻ മാത്രം തെറ്റി ഒഴിഞ്ഞു. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഓരോ നഷ്ടത്തിലും നമ്മെ ബുദ്ധി ഉപദേശിക്കുവാൻ ദൈവം ഒരു വ്യക്തിയെ തെറ്റി ഒഴിക്കുന്ന, അവരെ ആ ദൂതൻ, ആ സന്ദേശം, ഇത്രയും ആപത്ത് നടന്നിടത്ത് ഒരു വ്യക്തി രക്ഷപ്പെട്ടാൽ എന്താ നമ്മുടെ ചിന്തയിൽ എന്താണ് സമയം? ആ വ്യക്തി എവിടെയെങ്കിലും വല്ല മിഥ്യാൻ ദേശത്ത് എവിടെയെങ്കിലും ഓടിപ്പൊക്കളയും. കാരണം അവന് മനസ്സിലായി, യോബിൻ്റെ മേൽ സാത്താൻ സന്ദർശിക്കുവാൻ തുടങ്ങി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാനും ചത്തുപോകും എന്ന് പറഞ്ഞ് അവന് ഓടേണ്ടതാണ്. പക്ഷെങ്കിൽ ആ വന്ന വ്യക്തി സാധാരണ മനുഷ്യനല്ല, സാത്താനാൽ തൊടുവാൻ കഴിയാത്ത ഒരു സന്ദേശകനാണ്, ഒരു ദൂതനാണ്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ സന്ദർശനം എന്താണെന്നറിയാമോ? ഒട്ടകമെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി, വാഹനം, ഡ്രൈവർമാർ, ബസ്സും കാറും ആളവണ്ടിയും. അദ്ദേഹം അന്നത്തെ കാലത്ത് ഒട്ടകമാണ് വാഹനം. ഒട്ടകത്തെ വാഹനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവൻ്റെ ഭാരങ്ങളെല്ലാം ചുമക്കുന്നത് ഒട്ടകമാണ്, ട്രാൻസ്പോർട്ടേഷൻ. ആദ്യം സാത്താൻ സന്ദർശിച്ചത് അവൻ്റെ ഉദ്യോഗത്തെ, രണ്ടാമത് സന്ദർശിച്ചത് അവൻ്റെ സമ്പാദ്യത്തെ, മൂന്നാമത് സന്ദർശിച്ചത് അവൻ്റെ വാഹനത്തെ, ആ വാഹനം ഓടിക്കുന്നവരെ. ദൈവത്തിന് സ്തോത്രം. നാലാമത്തെ ഐറ്റമാണ് അവൻ്റെ കുഞ്ഞുങ്ങൾ, അവൻ്റെ പെൺമക്കളും ആൺമക്കളും, തലമുറകൾ. ഏറ്റവും ഒടുവിലാണ് തലമുറകളെ തൊടുന്നത്. അതുവരെയും ഈ തലമുറകൾക്കും സാക്ഷ്യമായിട്ട് സാത്താൻ്റെ സന്ദർശനത്തെ 1 by 1 ആയിട്ട് എഴുത്തുകാരൻ അവിടെ വളരെ നന്നായി ചിത്രീകരിച്ചിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 4 4 ദൂതന്മാർ തെറ്റി ഒഴിഞ്ഞു. അവർ വന്ന് യോബിനോട് പറയുകയാണ്, ഞാൻ ഒരുത്തൻ മാത്രം തെറ്റി ഒഴിഞ്ഞ് നിന്നോട് ഈ സന്ദേശം നിന്നെ അറിയിക്കുവാൻ ഇതാ വന്നിരിക്കുന്നു. ആ ദൂതന്മാരെ എന്തുകൊണ്ടാണ് സാത്താൻ തൊടാഞ്ഞത്? അവരെ തൊടുവാൻ കഴിയില്ല. ദൈവം നമ്മെ ഓരോ പരീക്ഷകളുടെ മധ്യത്തിൽ നമ്മെ വിവരങ്ങൾ അറിയിക്കുവാൻ, ടൈം ടു ടൈം സന്ദേശങ്ങൾ തരുവാൻ ദൈവം ഒരു ദൂതനെ കൽപ്പിച്ചാക്കും. ദൈവത്തിന് സ്തോത്രം. പരീക്ഷകളുടെ മധ്യത്തിലാണ്, സന്ദർശനങ്ങളുടെ മധ്യത്തിൽ കൂടാണ് ദൈവം നമ്മെ കടത്തിവിടുന്നതെങ്കിലും അതാത് നഷ്ടങ്ങളും അതാത് കോട്ടങ്ങളും പരീക്ഷകളുടെ മാർഗങ്ങളും ഒക്കെ നമ്മെ തക്ക സമയത്ത് മുന്നറിയിക്കുവാൻ, നമുക്ക് എല്ലാ ഇൻഫർമേഷനും തരുവാൻ ദൈവം ഒരു വ്യക്തിയെ തെറ്റി ഒഴിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഒരനുഭവം, ഒരു ശേഷിപ്പ് നമുക്കെല്ലാ വിഷയത്തിലും ഉണ്ടാകും. നമ്മുടെ അധ്വാനത്തിൽ ശേഷിപ്പ്, നമ്മുടെ സമ്പാദ്യത്തിൽ ശേഷിപ്പ്, നമ്മുടെ വാഹനത്തിൽ ശേഷിപ്പ്, നമ്മുടെ തലമുറകളിൽ ശേഷിപ്പ്. ഈ ശേഷിപ്പിനെയെല്ലാം ഹോൾഡ് ചെയ്യുന്ന 4 ദൂതന് 4 ഓഫീസസുണ്ട്.
ആ ഓഫീസേഴ്സ് വന്ന് നമ്മളോട് ഇൻഫർമേഷൻ തരികയാണ്, ഇന്ന നഷ്ടങ്ങൾ നിനക്ക് സംഭവിച്ചു. തലമുറകളും കൂടെ സന്ദർശിക്കപ്പെട്ടപ്പോൾ യോബിന് അതുവരെയും കുലുങ്ങിയില്ല. നോക്കൂ, തലമുറകളിന്മേൽ കുഞ്ഞുങ്ങളിന്മേലും സന്ദർശനം വന്നപ്പോൾ ആദ്യമേ യോബിന് മനസ്സിലായി, ദൈവം തൻ്റെ ദാസന്മാരെ അറിയിക്കാതെ ഒന്നും ചെയ്യത്തില്ല. യോബിനോട് തീർച്ചയായിട്ടും ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ സന്ദർശിക്കും എന്ന് യോബിനോട് സംസാരിക്കും. അതാണ് യോബ് പറയുന്നത്. അവൻ എന്നെ ശോധന ചെയ്താൽ ദൈവം ശോധന ചെയ്യുകയാണെന്ന് യോബിന് വ്യക്തമായി മനസ്സിലായി. കാരണം തന്നോട് വിവരമറിയിക്കാൻ വന്ന ദൂതന്മാരുടെ സ്വഭാവം, അവരുടെ വാക്കുകൾ, ഞാൻ ഒരുത്തൻ മാത്രം തെറ്റിയൊഴിഞ്ഞു. അപ്പോൾ യോബിന് മനസ്സിലായി, ഇവനെ തെറ്റിയൊഴിച്ചത് ദൈവമാണ്. എന്നാൽ തെറ്റിയൊഴിഞ്ഞ വേറൊരു വ്യക്തിയുമുണ്ട്. ആരാണെന്നറിയാമോ? യോബിൻ്റെ ഭാര്യ. അവളെ തൊട്ടില്ല. കാരണം ആ ഭവനത്തിലൊരു പരിഹാസ വിഷയം ദൈവം എപ്പോഴും വെച്ചു. യോബ് നിഷ്കളങ്കനാണ്, നീതിമാനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, ദൈവത്തിന് പ്രിയനാണ്. എത്ര പരീക്ഷയിൽ കൂടെ കടത്തിവിട്ടിരുന്നാലും അവനെന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ വെളിയിൽ വരും. പക്ഷെങ്കിൽ വീടിനകത്തൊരു പരിഹാസി. ആര് സഹിക്കും? കുഞ്ഞുങ്ങൾ പോയാൽ പിന്നെ ഉണ്ടാകും, സമ്പത്ത് പിന്നെ ഉണ്ടാക്കാം. യോബിന് അതാണ് ഏറ്റവും വിഷമമായത്. ഈ ആടുമാടുകളെല്ലാം ദൈവം എനിക്ക് തിരിച്ചു തരുമ്പോൾ അതൊക്കെ ഉണ്ടായിക്കോളും, സാരമില്ല, പോട്ടെ, ദൈവം തന്നു, ദൈവം എടുത്തു. പക്ഷെങ്കിൽ ഒരു വ്യക്തിയെ ദൈവം തന്നത് കൂടെ നിർത്തിയിരിക്കുക. അത് വളരെ ചിന്തനീയമാണ്. ഈ പ്രഭാതത്തെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് അതാണ് പറയുന്നത്. നമ്മളെല്ലാം ശുഭം, ദൈവം ഞാൻ എല്ലാം പോട്ടെ, ഞാൻ മാത്രമേ ഉള്ളല്ലോ എന്ന് നമ്മൾ ആശ്വസിച്ചിരുന്നോ? ദൈവം ഭവനത്തിനുള്ളിൽ ഒരു പരിഹാസം എപ്പോഴും ബാലൻസ് വയ്ക്കും. അതൊരു പക്ഷെങ്കിൽ നമ്മുടെ ഭാര്യയിൽ കൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ജോലിക്കാരിൽ കൂടെ ആയിരിക്കാം. ഒരു പരിഹാസിയെ ഭവനത്തിൽ ദൈവം നിർത്തും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശുദ്ധിക്ക് വേണ്ടി, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നാം നീതിമാനാണ്, ദൈവത്താൽ സാക്ഷീകരിക്കപ്പെട്ട നീതിമാനാണെന്ന് നമ്മെ തന്നെ അഭിമാനിച്ചങ്ങ് യോബ് പല ഭാഗത്തും തന്നെ പൊക്കി പറഞ്ഞല്ലോ. എന്നാൽ ഈ പൊക്കി പറയുന്നവൻ വീട്ടിൽ വരുന്ന ഉടനെ ഇതാ അവനെ അടിച്ച് താഴെയിടാൻ നീണ്ട നാക്കോടുകൂടി ഭാര്യ നോക്കിയിരിക്കുക. ഒടുവിൽ അവനോട് പറയും, ഒരു ദിവസം അവനോട് പറയാണ്, നീ ചത്തുകളാ, നീ ഈ ദൈവത്തെ പിടിച്ചുകൊണ്ട് നടന്ന നിനക്ക് എന്ത് പ്രയോജനം? എൻ്റെ കുഞ്ഞുങ്ങളും പോയി, സമ്പത്തും പോയി, എല്ലാം പോയി, നിൻ്റെ പുറകെ വന്ന് എനിക്ക് ഈ നാശമെല്ലാം സംഭവിച്ചു. എന്നാൽ യോബിന് നമ്മളാണെങ്കിൽ എന്ത് പറയും? നീയും കൂടെ ഇറങ്ങിപ്പോവാൻ പറയും അല്ലേ? യോബ് അങ്ങനെ പറഞ്ഞില്ല. യോബ് പറയാ, അവിടെയും യോബിന് അവൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ നോക്കൂ. ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നില്ലേ? നോക്കൂ, യോബിൻ്റെ ഭാഷ നോക്കൂ. ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ എത്ര പ്രാവശ്യം നീ എൻ്റെ ഭവനത്തിൽ വന്നതിൽ പിന്നെ ഇല്ലായ്മയിൽ നിന്നല്ലേ ദൈവം എല്ലാം തന്നത്? ദൈവം നമുക്ക് വാരിക്കോരി തന്നില്ലേ? കുഞ്ഞുങ്ങളെ തന്നു, നമുക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, കുഞ്ഞുങ്ങളെ തന്നു, ആടുമാടുകൾ തന്നു, ഒട്ടകങ്ങളെ തന്നു, നല്ല വണ്ടി തന്നു, വാഹനം തന്നു, ഡ്രൈവർമാരുണ്ടായിരുന്നു. ഇപ്പോൾ ദൈവം അത് എടുത്തിരിക്കുക. കാരണം നാം വിശ്വസ്തരാണെങ്കിൽ ദൈവം 10 മടങ്ങായി 100 മടങ്ങായി അത് തരുവാൻ സന്നദ്ധനാണ്. ദൈവം യോബ് തൻ്റെ ഭാര്യയോട് സുവിശേഷമാണ് പറയുന്നത്. ദൈവത്തിൽ നിന്ന് നന്മ മാത്രമേ പ്രാപിക്കാവൂ, തിന്മയും കൂടെ നമുക്ക് എടുത്തുകൂടെ? ഈ വെളിപ്പാടിനെയാണ് വളരെ വ്യക്തമായി ലോകത്തോട് വിളിച്ചു പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഭക്തൻ്റെ മേൽ അഭിഷേകം തോന്നി അത് കറക്റ്റ് ഓർഡറായിട്ട് എഴുതിയൊരു പുസ്തകമാണ് യോബ്. വായിച്ചാൽ മനോഹരമാണ്, വായിക്കണം. ആദ്യയോട് അവസാനം വരെ ഇത് വായിച്ചാൽ നമ്മളങ്ങ് മറന്നു പോകും. ചെറുപ്പക്കാരായിട്ടുള്ളവരും വൃദ്ധന്മാരും ഒക്കെ വായിക്കണം, എല്ലാവർക്കും വായിക്കാവുന്ന കുടുംബസ്ഥർ വായിക്കണം. മനോഹരമായി അത് അണിയിച്ചൊരുക്കിയിരിക്കുന്ന അധ്യായങ്ങൾ ഒന്നോടൊന്ന് നോക്കുക. യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ പോയി. തൻ്റെ ജീവിതത്തിൻ്റെ ആത്മീക നിലവാരത്തിൽ നിന്നാണ് തുടക്കം. അല്ലെങ്കിൽ യോബ് എവിടെ ജനിച്ചെന്നോ, തൻ്റെ വീട്ടുപേരെന്തായിരുന്നോ, തൻ്റെ മാതാപിതാക്കളാർ, ഇതൊന്നുമല്ല എഴുത്തുകാരൻ്റെ വിഷയം. യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ പോയി. ദൈവത്തിന് സ്തോത്രം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഊസ് ദേശത്ത് യോബ് എന്നുള്ളൊരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ ഉടനെ അവൻ ഉണ്ടായിരുന്നു.
അങ്ങനെ ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നിൽക്കുന്ന ഒരു പ്രാക്ടീസ് അവനുണ്ടായിരുന്നു. എങ്കിലും അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അവൻ്റെ തലമുറയിൽ അവൻ ഒരുവനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനായി കണ്ടിരുന്നുള്ളൂ. എങ്കിലും അവനെയും കൂടെ ദൈവം പരീക്ഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം അവനു വേണ്ടി വച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുവാൻ ഒരു ദിവസം ദൈവം അവനെ മടക്കി വിളിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ശത്രു നമ്മെ സന്ദർശിക്കുന്നതിനൊരു ഓർഡറുണ്ട്. ആ സന്ദർശനം മുഴുവനും ദൈവം ഒരു ദൂതൻ മുഖാന്തരം നമ്മെ അറിയിക്കും. ഓരോ സന്ദർശനം ഉണ്ടാകുമ്പോഴും ഇയ്യോബ് എന്തുകൊണ്ട് വസ്ത്രം കീറി മുൻപോട്ട് പോയില്ല? അതാണ് ഇയ്യോബിൻ്റെ ഭാഗത്തുള്ളതായ ഒരു പ്രശ്നം. തൻ്റെ തലമുറകളെ തൊടുന്നിടം വരെയും ചിലർ മിണ്ടാതിരിക്കും. പോകുന്നെങ്കിൽ പോട്ടെ, സമ്പത്ത് പോകുന്നേ പോട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ഇതാ. പക്ഷെങ്കിൽ ആദ്യം വരുന്ന ദൂതൻ്റെ വാക്ക്, ഞാൻ ഒരുത്തൻ മാത്രം നിന്നോട് വിവരം അറിയിക്കുവാൻ തെറ്റി ഒഴിഞ്ഞിരിക്കുന്നു. കുറിക്കൊള്ളുക. അവിടെ വെച്ച് യോബ് വസ്ത്രം കീറി ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദപിക്കേണ്ടതായിരുന്നു. പക്ഷെങ്കിൽ യോബ് സ്വയം നീതീകരിച്ചുകൊണ്ട് പിന്നെയും കാലങ്ങളിൽ ചവിട്ടി ഒടുവിൽ തൻ്റെ കുഞ്ഞുങ്ങളിൽ വരെ ആ ബാധ നീളുവാൻ കാരണമായി തീർന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമ്മോട് സംസാരിക്കുന്നതിന് എപ്പോഴും, അല്ലെങ്കിൽ ദൈവം നമ്മെ പരീക്ഷിക്കുന്നതിന് ഒരു ഓർഡറുണ്ട്. എന്നാൽ നാം അറിയാതല്ല, ഓരോ പരീക്ഷയുടെയും അന്ത്യത്തിൽ ദൈവം ഒരു ദൂതൻ മുഖാന്തരം നമ്മെ അറിയിക്കും. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ, വസ്ത്രം കീറി രട്ടുടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം, കർത്താവേ, ഇത് നിൻ്റെ സന്ദർശനമെന്നറിയുന്നു, ഇവിടെ വെച്ച് നിർത്തണം, മതി, ഇവിടുന്ന് മുന്നോട്ട് പോകരുതെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുവാൻ നിൻ്റെ കാതുകളെയും നിൻ്റെ മനസ്സിനെ ഉണർത്തുമ്പോൾ ദൈവം അതാണ് ഇയ്യോബിൽ നിന്ന് പ്രതീക്ഷിച്ചത്. തൻ്റെ കുഞ്ഞുങ്ങളെ തൊടുന്നിടം വരെയും ഇയ്യോബ് മിണ്ടാതിരുന്നു. എന്നാൽ അവിടെ വെച്ച് അവൻ വസ്ത്രം കീറി. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ദൈവം അവൻ്റെ പരീക്ഷകളിൽ നിന്ന് അവനെ വിടുവിപ്പാൻ, നോക്കൂ, അവൻ്റെ കഷ്ടതയിൽ ഒന്നുകൂടെ അവനെ ഭവനത്തിൽ അവനെ ഇറിറ്റേറ്റ് ചെയ്യുവാൻ ഭാര്യയിന്മേൽ ദുരാത്മാവും കൂടെ ബാധിപ്പിച്ചു. സ്തോത്രം. പരീക്ഷ സഹിക്കുവാൻ ദൂതൻ നമുക്ക് തരുന്ന മുന്നറിയിപ്പ്, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളെ കണ്ടുണരുവാൻ നമ്മുടെ ഹൃദയം പ്രകാശിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.